നമുക്കിന്ന് എക്സലിൽ ഹൗ ടു ഫൈൻഡ് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ആൻഡ് ഹൗ ടു റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഈ രണ്ട് ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഹൗ ടു ഫൈൻഡ് എ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഇൻ എക്സൽ. നമുക്ക് എക്സലിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ഫൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എവിടെയാണോ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ചെക്ക് ചെയ്യേണ്ടത് അവിടെ നമ്മൾ സെലക്ട് ചെയ്യുക. ആ റേഞ്ച് സെലക്ട് ചെയ്തതിന് ശേഷം ഹോം ടാബിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ഹൈലൈറ്റ് സെൽസ് ആൻഡ് റൂൾസ് എന്നുണ്ട്. അതിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. അതിൽ തന്നെ നമുക്ക് സെല്ലിൻ്റെ ഫോർമാറ്റ് സെലക്ട് ഇവിടെ വാല്യൂ വിത്ത് സെൽ ഫോർമാറ്റാണ്. എങ്ങനെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് തരേണ്ടതെന്നുള്ളത് ഇവിടെ കാണിക്കും. യെല്ലോ വിത്ത് റെഡ് ടെക്സ്റ്റ്, റെഡ് ബോർഡർ, എങ്ങനെയാണോ നമുക്ക് വേണ്ടത് അങ്ങനെ നമുക്ക് കൊടുക്കാവുന്നതാണ്. കസ്റ്റം ഫോർമാറ്റും അവൈലബിൾ ആണ്. കസ്റ്റം ഫോർമാറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫില്ല് ചെയ്യാനോ അല്ലെ ബോർഡർ കൊടുക്കാനോ എന്താണെന്ന് വെച്ചാൽ ബോർഡർ കൊടുക്കാനാണെങ്കിൽ ബോർഡർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഫില്ല് ചെയ്യാനാണെങ്കിൽ ഫില്ല് ചെയ്യേണ്ട കളറും സെലക്ട് ചെയ്ത് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഫൈൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഓരോ ഓപ്ഷൻ. രണ്ടാമത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ടു റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഇൻ എക്സൽ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെയാണോ ഞാനിപ്പോൾ ജസ്റ്റ് ഇതിനെ ഒന്നുകൂടെ കോപ്പി ചെയ്ത് അടുത്ത സെല്ലിലേക്ക് ഇടുന്നു. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഡിയിലെയാണ് നമ്മൾ കോപ്പി ചെയ്തിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് റിമൂവ് ചെയ്യുകയാണ് വേണ്ടത്. ഹൗ ടു റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ്. നമ്മൾ സെൽ റേഞ്ച് സെലക്ട് ചെയ്തതിന് ശേഷം ഡാറ്റ എന്ന് പറഞ്ഞ ഇതിൽ പോവുക. ഇവിടെ ടാബിൽ ഡാറ്റയിൽ വന്നിട്ട് ഡാറ്റയിൽ ക്ലിക്ക് ചെയ്യുക. റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. റിമൂവ് ഡ്യൂപ്ലിക്കേഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ചോദിക്കുക എക്സ്പാൻഡ് ദ സെലക്ഷൻ, കണ്ടിന്യൂ വിത്ത് കറണ്ട് സെലക്ഷൻ എന്ന്. അപ്പോൾ നമ്മൾ ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ കണ്ടിന്യൂ വിത്ത് കറണ്ട് സെലക്ഷൻ കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ കോളം ചോദിക്കുന്നു കോളം ഡി ആണോ എന്ന്. കോളം ഡി ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ എല്ലാം പോയിട്ട് നമുക്ക് സിംഗിൾ വാല്യൂ മാത്രം കിട്ടുന്നതായിരിക്കും.